ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തുള്ള ജടായുപ്പാറയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ എൻട്രി ഫീ എടുക്കണം. ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എൻട്രി ഫീ വരുന്നത് 300 രൂപയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പോവാണ്. അപ്പോൾ അകത്തേക്ക് പോകുമ്പോൾ അവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. നമ്മുടെ കയ്യിൽ ഫുഡോ അതുപോലെ പ്ലാസ്റ്റിക് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരവിടെ വാങ്ങി വെക്കും. ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുവാണ്. ഇനി നമ്മൾ പോകുന്നത് കേബിൾ കാറിലേക്ക് പോകാനാണ്. ഈ കാണുന്ന ക്യൂ എല്ലാം കേബിൾ കാറിലേക്ക് പോകാൻ നിൽക്കുന്ന ക്യൂ ആണ്. അവിടെ നമുക്ക് ഫീ വരുന്നുണ്ട്. 315 രൂപയാണ് അവിടെ ഫീ വരുന്നത്. നമ്മൾ പോയ ഡിസംബർ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് പോവാണ്. കേബിൾ കാറിൽ കയറാൻ പോവുകയാണ്. അവിടെയും ചെറിയ ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് പോകാനുള്ള കേബിൾ കാർ എത്തി. നമ്മൾ ഇതിലാണ് പോകുന്നത്. നമ്മൾ കയറി മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം നമുക്ക് താഴേക്ക് നോക്കാമെങ്കിൽ നമ്മുടെ കാർ പാർക്കിംഗ് ഒക്കെ കാണാൻ പറ്റും. ഈ ഒരു മായ ലോകം പൂർത്തിയാക്കിയത് 12 വർഷം എടുത്തിട്ടാണ്. 65 ഏക്കറിലാണ് ഈ ഒരു പാർക്ക് നിൽക്കുന്നത്. അതുപോലെ പാറക്കെട്ടിൻ്റെ മുകളിലൂടെ 1 കിലോമീറ്ററോളം കേബിൾ കാർ സഞ്ചരിച്ച് വേണം നമുക്ക് മുകളിലുള്ള ശില്പത്തിനടുത്ത് എത്താനായിട്ട്. അതല്ലെങ്കിൽ താഴെ നിന്ന് 2 കിലോമീറ്റർ ദൈർഘ്യമുള്ള ട്രക്കിംഗ് പാതയിലൂടെ നമുക്ക് മുകളിലെത്താൻ പറ്റും. നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പേര് ട്രക്കിങ്ങിലൂടെ മുകളിലേക്ക് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ക്ലൈമറ്റ് ഭയങ്കര ചൂടായിരുന്നു. എങ്കിൽ പോലും ഒരുപാട് പേര് നടന്ന് മുകളിലേക്ക് കയറുന്നത് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ നമ്മൾ മുകളിലെത്താറായി. മുകളിലെത്തി. രാമായണത്തിലെ ഇതിഹാസ പക്ഷിയായ ജടായുവിനായി സമർപ്പിച്ച തീം പാർക്കാണിത്. ഇതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് രാമായണത്തിൽ സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോകാൻ നോക്കുമ്പോൾ ജടായു തടയുകയും രാവണന്റെ വെട്ടേറ്റ് ജടായു വീണത് ഈ പാറയിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഇവിടെ ജടായുപ്പാറ വന്നത്. നമ്മൾ കുറേ നേരം അവിടെയൊക്കെ നടന്നു. ഒരുപാട് പിന്നെ ഉള്ളിൽ നമുക്ക് കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. അവിടെ പണി നടക്കുന്നതുകൊണ്ട് ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റിയില്ല. ജടായുവിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റുമായിരുന്നു, പക്ഷെ കയറാൻ പറ്റിയില്ല. പണിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ പ്രവേശനം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ കുറേത്തൂടെ നടന്നു. അവിടെ വിശ്രമിക്കാനൊക്കെ സ്ഥലമുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മൾ എടുത്തു. കുറച്ച് നല്ല തിരക്കായിരുന്നു. കാരണം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ സ്നാക്സും വെള്ളമൊക്കെ ഷോപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് വാങ്ങിക്കാവുന്നതാണ്. നല്ല ചൂടായിരുന്നു. കാരണം ക്ലൈമറ്റ് ഭയങ്കര ചൂടായിരുന്നു. അതുപോലെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. 1200 അടി ഉയരത്തിലാണ് ഈ ശില്പം നിൽക്കുന്നത്. മൺഡേ ടു ഫ്രൈഡേ 10 മണി തൊട്ട് 5:30 വരെയാണിത് ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത്. സാറ്റർഡേ സൺഡേ 10 മണി തൊട്ട് 6 മണി വരെ ആയിരിക്കും ഓപ്പണിംഗ് ടൈം. അപ്പോൾ നിങ്ങൾ വരുന്നവരാണെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനും മാപ്പും ഡീറ്റെയിൽസും കൊടുത്തിരിക്കാം. നിങ്ങൾ നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.